മാറിപ്പോകുമോ നിന്റെ വാക്കുകൾ? കരമീശുകൊണ്ട് പറ, ഇല്ലില്ല ഇല്ലില്ല യേശുവേ, മാറില്ല മാറില്ല. കർത്താവിനോട് പറഞ്ഞു, ഇല്ലില്ല ഇല്ലില്ല യേശുവേ, മാറില്ല മാറില്ല വാക്കുകൾ. ഭർത്താവ് മാറാം, ഭാര്യ മാറാം. കർത്താവ് പറഞ്ഞത് വള്ളിക്കും പുള്ളിക്കും മാറ്റം കാണില്ല. ഹല്ലേലൂയ, ആമേൻ. ഭാര്യമാരൊക്കെ ചേർന്ന് പറഞ്ഞേ, ഭർത്താവ് മാറാം. ഇനി ഭർത്താക്കന്മാര് പറഞ്ഞേ, ഭാര്യ മാറാം. പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് ദൈവമാണ്. അത് ദൈവമാണത്, മനുഷ്യന്റെ വാക്കല്ല. അത് സർവശക്തിയുള്ള എന്റെ പിതാവിന്റെ വാക്കുകളാണ്. ആ വാക്കിൽ ആര് വിശ്വസിക്കുന്നു അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. കരങ്ങളെ ഉയർത്തിയടിച്ച് ചേർന്ന് പാടി വീണ്ടും ദൈവത്തെ ആരാധിക്കാം. ആമേൻ. തീർന്നു പോകുമോ നിന്റെ നന്മകൾ? മാറിപ്പോകുമോ നിന്റെ വാക്കുകൾ? ആകാശം മാറാം, ഭൂമി മാറാം, നിന്റെ വാക്കുകൾ വള്ളിക്കോ മുള്ളിക്കോ മാറ്റമില്ല. ആകാശം മാറാം, ഭൂമി മാറാം, നിന്റെ വാക്കുകൾ വള്ളിക്കോ മുള്ളിക്കോ മാറ്റമില്ല. തിരുവഴുത്തുകൾ അറിഞ്ഞിടാമേ ദൈവശക്തിയെ പ്രാപിച്ചിടാം. തിരുവഴുത്തുകൾ അറിഞ്ഞിടാമേ ദൈവശക്തിയെ. മാറിപ്പോകുമോ നിന്റെ വാക്കുകൾ? തീർന്നു പോകുമോ നിന്റെ നന്മകൾ? മാറിപ്പോകുമോ നിന്റെ വാക്കുകൾ? നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും അണിയിക്കുന്നു. ഓ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദയ
നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും അണിയിക്കുന്നു. ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് കരുണയും തുള്ളിച്ചാടിക്കൊണ്ട് എന്നെ യഹോവയെ വാഴ്ത്തുക. മനമേ യേശുവിനെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. അവൻ ഉപകാരങ്ങൾ യേശുവേ, അവൻ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എനിക്കുള്ള ദൈവം എത്ര നല്ല ദൈവം, പാടി പാടി സ്തുതിച്ചിടാമേ. എനിക്കുള്ള ദൈവം എത്ര നല്ല ദൈവം, പാടി പാടി സ്തുതിച്ചിടാമേ. അവൻ ദേവന്മാരെ കാണുന്നത് പരിശുദ്ധ പരിശുദ്ധ ദൈവമേ. അവൻ ദേവന്മാരെ കാണുന്നത് പരിശുദ്ധ പരിശുദ്ധ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. കരമടിച്ച് എൻ മനമേ, ഓ എൻ മനമേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ യേശുവിനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കരമുയർത്തി അടിച്ച് യേശുവിനെ വാഴ്ത്തുക. തന്നന തനനാന, തന്നന തനനാന, തന്നന തനനാന, ഓ തന്നന തനനാന. തുള്ളിച്ചാടിക്കൊണ്ട് തന്നന തനനാന, തന്നന തനനാന, തന്നന തനനാന. യേശുവേ എന്റെ കൂടെ ഉള്ളവരെ, എന്നെ അവസാനം അറിയുന്നവരെ. അന്ത്യനെ എന്റെ കൂടെ ഉള്ളവരെ, എന്നെ അവസാനം അറിയുന്നവരെ. ആൽഫയെ ഒമേഗയെ എന്റെ ഉള്ളിലുള്ളവനെ, മഹത്വത്തിൻ പ്രത്യാശയെ. ആൽഫയെ ഒമേഗയെ എന്റെ ഉള്ളിലുള്ളവനെ, മഹത്വത്തിൻ പ്രത്യാശയെ. ആമേൻ പറഞ്ഞേ, ശബ്ദമുയർത്തേ. ആദ്യനെ അന്ത്യനെ എന്റെ കൂടെ ഉള്ളവനെ, എന്റെ അവസാനം അറിയുന്നവനെ. ആൽഫയെ ഒമേഗയെ എന്റെ ഉള്ളിലുള്ളവനെ, മഹത്വത്തിൽ. ഒരു നിമിഷക്കാരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പറഞ്ഞേ, കർത്താവേ എന്നോട് നീ സംസാരിക്കണേ എന്ന് പറഞ്ഞേ. കർത്താവേ നീ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വർഷിപ്പ് യു ലോർഡ്. വണ്ടർഫുൾ ജീസസ്. ഞാൻ ഈ മാസത്തിന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ദിസ് എ മന്ത് ഓഫ് റെവലേഷൻ. ഞാനൊരു കുറച്ച് നേരം ഒരു പ്രൊഫറ്റിക് ആയൊരു വേർഡ് പറയാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് സ്വീകരിക്കാം.
പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാനായി പോകുന്നു. എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം. ഈ ദിവസങ്ങളിൽ സഭയിലെ വിശ്വാസികളുടെ ഇടയിലെ വെളിപ്പാടുകൾ വർദ്ധിക്കാനായി തുടങ്ങും. നിങ്ങളുടെ ദർശനങ്ങൾ വർദ്ധിക്കും. Those who are in the presence, ആരാണോ ദൈവ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ലൈഫിലെ ദർശനങ്ങൾ വർദ്ധിക്കും. അവരുടെ ലൈഫിലെ ദർശനങ്ങൾ വർദ്ധിക്കും. അവർക്ക് ദൈവവചനത്തിൽ നിന്നുള്ള ആഴമേറിയ ബോധ്യങ്ങൾ വർദ്ധിക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ ബോധ്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ വർദ്ധിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഒരു വർധനവ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ആയിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. യേശു ആയിരുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അടുക്കലുള്ള ശിഷ്യന്മാരെ നോക്കാവോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ റെവലേഷനുകളെ തരുന്നത് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനാണോ? ബി ഇൻ ദ പ്രസൻസിനകത്തിരിക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് മനസ്സിലാകാനായി തുടങ്ങും. ഒരു ഹല്ലേലൂയ പറയാവോ? യേശുവിൻ്റെ അടുക്കലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക്, ശിഷ്യന്മാരുടെ ലൈഫിലേക്ക് നോക്കിയാൽ അവർക്ക് അതുവരെ ഇല്ലാത്ത വചനത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാകുകയാണ്. പുറത്തുള്ളവരെക്കാളും വ്യക്തത യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാന്നിധ്യം എവിടെയുണ്ടോ അവർക്ക് അതുവരെ ഇല്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഉണ്ടാകും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് ആഴമേറിയ ബോധ്യങ്ങൾ ഉണ്ടാകാനായി പോകുന്നു. ശിഷ്യന്മാരോട് ചോദിക്കാം, യേശു അടുക്കൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്ന് അവർ പറയും തങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നറിയാം, തങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നറിയാം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുന്ന ഒരാൾക്കും ഫ്യൂച്ചറിനെ കുറിച്ച് കൺഫ്യൂഷൻ വരത്തില്ല. എന്തായി തീരുമെന്ന് അവർ പറയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകുന്ന അവർ പറയത്തില്ല, ഇതിന്റെ അവസാനം എന്താവെന്ന് പറയത്തില്ല, അവർ കൺഫ്യൂഷനുകൾ പറയത്തില്ല. ഞാൻ വിശ്വാസികളോടൊരു വാചകം പറയട്ടെ. വിശ്വാസികളിൽ ഒരു 80% വിശ്വാസികളും കൺഫ്യൂഷൻസുകൾ പറയുന്നവരാണ്. അവർ പ്രാർത്ഥിക്കും, അവർ വിശ്വാസമുണ്ട്, പക്ഷെ അവരുടെ ലൈഫിൽ പലതും സംഭവിക്കാത്തത് അവരുടെ വായാണ്, നാക്കാണ്. എന്തായി തീരുന്ന ആർക്കറിയാം? ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആർക്കറിയാം? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ പറയുന്നത് മനസ്സിലായി? ഇങ്ങനത്തെ ദീർഘശ്വാസം നിങ്ങൾ വിടാറുണ്ടോ? എത്ര നാളായി ഞാൻ പള്ളിയിൽ പോകുന്നു, എന്ന് ഇതിനൊരു മാറ്റം വരുന്നേ? ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കൺഫ്യൂഷനുകളെ വിതയ്ക്കുകയാണ്, സംശയങ്ങൾ എന്ത് ചെയ്യുക? വിതയ്ക്കുകയാണ്. നിശ്ചയമായി നിങ്ങൾ അത് തന്നെ കൊയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂഷനുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. യേശു ഒരാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ദൈവസാന്നിധ്യം ഒരാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ സകലത്തിനും വ്യക്തതയുണ്ടാകുകയാണ്. ആ വ്യക്തിയിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് അത്ഭുതവും രോഗശാന്തിയും ഒക്കെ രണ്ടാമതാണ്. അയാൾക്ക് സകലത്തിനും ക്ലാരിറ്റി ഉണ്ടാകും, വ്യക്തതയുണ്ടാകും. നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുകയും നിങ്ങൾ വ്യക്തതയിൽ അല്ല ജീവിക്കുന്നത് എന്ന് പറയുകയും ചെയ്താൽ എവിടെയോ പ്രശ്നമുണ്ട്. യേശു വരുന്നിടത്ത് വ്യക്തതയുണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു ഒരാളിലേക്ക് വന്നാൽ, ദൈവസാന്നിധ്യം ഒരാളിലേക്ക് വന്നാൽ അയാളുടെ സംശയങ്ങൾ തീരും. ഞങ്ങൾ എവിടെയാകും, ഞങ്ങൾ എങ്ങനെയാകും, ഞങ്ങൾ എവിടെ എത്തും എന്ന് ചിന്ത മാറും. അവർക്ക് ഉറപ്പ്, ഞാൻ അവിടെയാകും, ഞാൻ അവിടെ എത്തും, ഞാൻ അങ്ങനെയാകും എന്ന ധൈര്യം വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശിഷ്യന്മാർക്ക് ഇന്നലത്തെ കാര്യം അറിയായിരുന്നു.
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അറിയാമായിരുന്നു, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് അറിയാമായിരുന്നു. കാരണം യേശുവിൽ നിന്ന് അവർ കേട്ടോണ്ടേയിരുന്നു. അത് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വരാൻ പോകുന്ന ലോകത്തിലെ മാറ്റങ്ങളെ മനസ്സിലാക്കി തരും. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന ലോകം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കി തരും. നിന്റെ ഫ്യൂച്ചറിനെ നിയന്ത്രിക്കുന്നത് വെളിപ്പാടുകളാണ്. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ, ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കാൻ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴേ, ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെയാണ് വിശ്വാസത്തിൽ വന്നേ. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭകളിലൂടെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. ചില ആളുകൾ എന്നോട് പറയാറുണ്ട് കത്തോലിക്ക സഭയിലൂടെയാണ് പറഞ്ഞത്. അത് മൊത്തം ഭൂതമെന്ന് പറയുന്നവരുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ അതിനോട് എതിരാണ്. ഞാൻ കരിസ്മാറ്റിക് ഗ്രൂപ്പിലൂടെയാണ് യേശുവിനെ അറിഞ്ഞത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അവിടെ മാതാവിനെ ജപമാല ചൊല്ലത്തില്ലേ? അങ്ങനെ 100 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ സത്യവചനം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. മനസ്സിലാക്കുന്നവർക്ക് ദൈവവചനം മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ എവിടെയായിരുന്നാലും കഴിയും. ഓക്കെ, ഞാൻ യേശുവിലേക്ക് വന്നത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ഞാൻ പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്കറിയാം, കത്തോലിക്ക ദേവാലയങ്ങളിൽ ഈ വലിയ മാലാഖമാരുടെ ചിത്രങ്ങളും വലിയ മാലാഖമാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ മാലാഖമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ചിറകുള്ള ആളുകളെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പല പ്രാവശ്യം ഞാൻ ദർശനത്തിലെ മാലാഖമാരെ കണ്ടപ്പോഴും അവർക്ക് ചിറകുകളുണ്ടായിരുന്നു. എന്നാൽ ആത്മീയമായി വളർന്നു തുടങ്ങിയ സമയത്ത് ഒരിക്കൽ ഞാൻ ഉപവസിക്കുന്നൊരു സമയത്ത്, കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു വളരെ സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ വന്നു. അയാളുടെ ഈ ഫ്രണ്ട് വശം ഇരുണ്ടിരിക്കുകയാണ്, പുറകു വശത്ത് നല്ല വെളിച്ചമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? എൻ്റെ ഫ്രണ്ട് കാണാൻ കഴിയുക, ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. എനിക്ക് അയാളുടെ മുഖം കാണാം, പക്ഷേ പുറകിലാണ് വെളിച്ചമുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു രൂപത്തെ കാണുന്നേ. ഞാൻ ദൈവിക ദർശനങ്ങളെല്ലാം കാണുമ്പോൾ വന്നയാളുടെ മുഖം വെള്ളി വെളിച്ചം പോലിരിക്കും. ഇയാളെ കണ്ടിട്ട് എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. എന്താ ഞാൻ കാണുന്നത്? ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കൂ, കർത്താവേ ഞാൻ എന്തായി കാണുന്നത്? ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കത് മനസ്സിലായി. വന്ന വ്യക്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അത് സാത്താൻ്റെ രൂപമാണ്, സാത്താനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. എനിക്ക് സാത്താനെ കുറിച്ചുള്ള ചിത്രം എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഒനിഡ TV-യിലെ പരസ്യം പോലെയായിരുന്നു. വാലിലൊരു കൊമ്പ്, തലയിൽ 2 കൊമ്പ്. ഞാൻ ഇതുവരെ കൊമ്പുള്ള ഒരു ദുരാത്മാവിനെ കണ്ടില്ല. ഞാൻ കണ്ട ദുരാത്മാക്കളെല്ലാം അതിസുന്ദരന്മാരാണ്. പക്ഷെ അവരിലുള്ള ഏക വ്യത്യാസം ഞാൻ കണ്ടത്, അവർ ഇരുട്ടിലാണ് അവർ വരുന്നത്. ഇരുട്ടും വെളിച്ചമില്ലെന്ന് ഞാൻ പറയത്തില്ല. പുറകിലുള്ള ഇന്നത്തെ ചില കടകളിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ബോർഡിന്റെ അടിയിലൊരു വെളിച്ചം കാണും, പുറകിലെ വെളിച്ചം കാണും. അതുപോലെയാണ് കണ്ടത്. എനിക്ക് അന്ന് ഒരു സംശയം വന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹല്ലേലൂയ പറയാവോ? ലൂസിഫർ വാസ്തവത്തിൽ ചിറകില്ലാത്തവനാണോ? സാത്താന്റെ ശക്തികൾക്ക് ചിറകില്ലാത്തവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാലാഖമാരിൽ ചിറകില്ലാത്തവരുണ്ടാകത്തില്ലേ? പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ അടുക്കൽ പ്രത്യക്ഷമായ എല്ലാ ദൂതന്മാരിൽ 90% ആളുകൾക്ക് ചിറകില്ല. നമ്മുടെ സ്വത്രം പോയതുണ്ടോ? ഇത് വേറെ വഴിക്ക് പോവുക, തിരിച്ചു വരാവേ. നമ്മുടെ ഇച്ഛകളിൽ, നമ്മുടെ ഇമാജിനേഷനിൽ മറ്റാരൊക്കെയോ പറഞ്ഞു തന്ന ചിത്രമാവുള്ളത്. എന്നാൽ റെവലേഷനുകൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം മാറും. പകരം പലതിനും വ്യക്തത ഉണ്ടാകാനായി തുടങ്ങും. ഒരു ദൈവവൃത്യൻ ഒരിക്കൽ ഒരു തമാശ പോലെ പറഞ്ഞു, ഇപ്പോഴും ദൈവദൂതന്മാര് കുതിരകളുടെ മുകളിലാണ് വരുന്നതെന്ന്. അവർക്കെന്താ ബെൻസ് കയറി വന്നാലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നലേ എന്ന് പറഞ്ഞ പഴമയുടെ വസ്ത്രമാണ് ഇപ്പോഴും അവരുപയോഗിക്കുന്നതെന്ന്. ഉണ്ടോ? സ്വത്രമൊക്കെ പോയതുണ്ടോ? അവരിപ്പോഴും മോഡേൺ അല്ലല്ലോ എന്ന്. ഇതിൻ്റെ പ്രശ്നം ഞാൻ പറയാം. നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലൂടെയാണ് ദൈവം നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നത്.
ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. നിങ്ങൾക്ക് പാറശാലക്കാർക്ക് എത്രത്തോളം തലേ കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള പല ചിത്രങ്ങളാണ് പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നത്. ആ ചിത്രങ്ങൾക്കപ്പുറമായിട്ട് സ്വർഗത്തെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് റെവല്യൂഷനുകൾ വേണം. ഇത്രയും മതി. ഇത് തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. So this is a month of revelation. നിങ്ങൾക്ക് പലർക്കും അടുത്ത ലെവൽ ഓഫ് റെവല്യൂഷനുകൾ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ. റെവല്യൂഷനിലൂടെ ധാരാളം ജ്ഞാനം ഉണ്ടാകാൻ പോകുന്നു. ദൈവിക ജ്ഞാനം നിങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു 10 മിനിറ്റും കൂടെ മെസ്സേജ് പറയണമെന്ന് ചിന്തിക്കുന്നേ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമിനെ നമ്മൾ കുറച്ച് ആഴ്ചകളായി ചിന്തിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം കുറച്ച് സ്പെസിഫിക് ആയി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഐ ആം ഗോഡ് ഓൾമൈറ്റി. കുറച്ചും കൂടെ വ്യത്യാസമായി നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഐ ആം ദ ലോർഡ് എൽ ഷഡായ്. നമുക്ക് ആ വാചകങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം പിടികിട്ടും. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം അനേകർക്ക് അതിനു മുമ്പും പ്രത്യക്ഷനായിട്ടുണ്ട്, അനേകർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്. അതേപോലെ അബ്രഹാമിനും ദൈവം പല പ്രതി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വെളിപ്പെട്ടതുപോലെയല്ല ദൈവം അബ്രഹാമിനോട് ഇപ്രാവശ്യം പറയുന്നത്. ഇപ്രാവശ്യം അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ സർവശക്തനാണ്. ആദ്യമായി എൽ ഷദായ് എന്നൊരു വേർഡ് ബൈബിളിൽ കാണുന്നത് 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ വിധത്തിൽ ദൈവം വെളിപ്പെടുകയാണ്. ശ്രദ്ധിക്കേ, എന്നെ ശ്രദ്ധിക്കേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വെളിപ്പെടലിന് മുമ്പ് ഒരു പ്രധാന കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. 15-ാം അധ്യായം നമ്മൾ വായിച്ചതിന് ശേഷം അബ്രഹാം ദൈവവുമായി ഒരു ഉടമ്പടി വെച്ചു എന്ന് കാണുന്നതിന് ശേഷം പിന്നീട് നമ്മൾ അബ്രഹാമിനെ പഠിച്ചാൽ 13 കൊല്ലത്തോളം അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അല്ല ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു എന്നും നോക്കിയാൽ ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷയിൽ അബ്രഹാം എപ്പോഴാണോ തൻ്റെ ജഡത്തിൻ്റെ താല്പര്യത്തിൽ മുന്നോട്ട് പോയത്, ആ ദിവസങ്ങളിൽ അബ്രഹാമിൻ്റെ ഫെലോഷിപ്പ് കൂട്ടായ്മ മുറിഞ്ഞുപോയി. വീണ്ടും ദൈവം തൻ്റെ അടുക്കൽ പ്രത്യക്ഷനാകുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ തൻ്റെ ജഡീക താല്പര്യത്തിൽ നീങ്ങിയ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം ഒരിക്കൽ കൂടെ വെളിപ്പെടുകയാണ്. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ആരെങ്കിലും ഈ പകൽ എന്നെ കേൾക്കുന്നവരിൽ പുറകോട്ട് പോയവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം, വീണ്ടും തിരിച്ചു പിടിക്കുന്നവനാണ്. സാഹചര്യ സമ്മർദ്ദം, ഭാര്യയുടെ വാക്കുകൾ, ഭർത്താവിന്റെ വാക്കുകൾ, സാഹചര്യ സമ്മർദ്ദം നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ആ തെറ്റിച്ച നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, എൻ്റെ വിളിയിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റുകയില്ല, ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മാറ്റം വരുന്നതല്ല. തെറ്റിപ്പോയ നിങ്ങളെ, വീണുപോയ നിങ്ങളെ ചേർത്ത് വയ്ക്കാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ലീഡേഴ്സ് മീറ്റിംഗ് വെച്ചിരുന്നു. ലീഡേഴ്സ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവളുടെ മേൽ നീ പ്രാർത്ഥിച്ചാൽ അവളുടെ മേൽ ആ അഭിഷേകം ചലിക്കത്തില്ല. ഞാൻ ചോദിച്ചു, വായി നിങ്ങൾ ചിലരെങ്കിലും നോട്ട് ചെയ്ത് കാണുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ? അവളുടെ അകത്ത് ഞാൻ തെറ്റിപ്പോയി, എനിക്ക് വീഴ്ചകൾ സംഭവിച്ചു എന്ന കുറ്റബോധം നിൽക്കുകയാണ്. എന്നാൽ കുറ്റബോധം നിൽക്കുന്ന അവളെ ദൈവം ആ മീറ്റിങ്ങിന് കൊണ്ടുവന്നിരിക്കും. എന്തുകൊണ്ട് കൊണ്ടുവന്നു? സിമ്പിളാണ് കാര്യം. ദൈവത്തിന് അവളെ ആ അഭിഷേകം ഏൽപ്പിക്കണം ആഗ്രഹമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ തെറ്റിൽ നിന്ന് അവളെ രക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ദൈവത്തിന് മാറാതെ നിവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിന്നോടുള്ള പദ്ധതിയെ മാറാതെ നിവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അവൻ അതിനെ ഫുൾഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Amen. ഈ പകൽ നീ അറിയേണ്ടത്, അവന്റെ അടുക്കൽ വന്ന് കൂടുതൽ കൃപയും കൂടുതൽ ദയയും അനുഭവിച്ചാട്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ഭയത്തിന് അടിമപ്പെടാതെ അവന്റെ അടുക്കലേക്ക് വന്നാട്ടെ. ഭയത്തിന് അടിമപ്പെടാതെ ഒരിക്കൽ കൂടെ അവന്റെ അടുക്കലേക്ക് വന്നാട്ടെ. ഭയത്തിന് അടിമപ്പെടാതെ ഒരിക്കൽ കൂടെ അവന്റെ അടുക്കൽ വന്നാട്ടെ. അവൻ നിന്നെ രക്ഷിക്കാൻ തയ്യാറാണ്. Amen. അവൻ നിന്നെ സൗഖ്യമാക്കാൻ തയ്യാറാണ്. അവൻ നിന്നെ വിടുവിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. മാനുഷിക വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നമ്മളിൽ ഇടമുണ്ടാകാം. നമ്മൾ ആ ഇടത്തിനനുസരിച്ച് ചിലപ്പോൾ നീങ്ങിയെന്ന് വരാം. പക്ഷെ ദൈവം നിങ്ങളെ കൈവിടുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം അവൻ നിശ്ചയമായി നിവർത്തിക്കും. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളെങ്കിൽ ഒരു നാളും ആ പദ്ധതി തെറ്റിപ്പോകത്തില്ല. ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നിന്നെ തെരഞ്ഞെടുത്തത്, അവൻ അതിനെ പൂർത്തീകരിക്കും. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നോടൊപ്പം പറഞ്ഞേ, ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ എന്നെ തെരഞ്ഞെടുത്തത്, അവൻ അതിനെ തീർത്തീകരിക്കും. നിന്നിൽ നല്ല പ്രവർത്തികൾ ആരംഭിച്ചവൻ അത് അവസാനത്തോളം തികയ്ക്കും. നിന്നിൽ ചിലത് നല്ലത് തുടങ്ങിയവൻ ഇടയിൽ ഉപേക്ഷിക്കത്തില്ല, ഇടയിൽ നിന്നെ വലിച്ചെറിയത്തില്ല. അവൻ അതിനെ ഫുൾഫിൽ ചെയ്യും. കൈകളടിച്ചൊരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാമിനകത്ത് കൺഫ്യൂഷനുകളുണ്ട്. 13 വർഷത്തോളം കൂട്ടായ്മയില്ലായ്മയുടെ അല്ലെങ്കിൽ ദൈവിക ബോധ്യങ്ങളിൽ സഞ്ചരിക്കാത്തതിന്റെ കൺഫ്യൂഷൻ കാണാം. ഒരുപക്ഷെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? എന്തായിരിക്കും അബ്രഹാമിന്റെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്? ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, എന്നിലൂടെ ഒരു തലമുറ ഉണ്ടാകും. ഞാനിപ്പോൾ വയസ്സനായി, എനിക്കിനി പുത്രോത്പാദനം ഉണ്ടാകത്തില്ല, ഒരു കുഞ്ഞെന്നിൽ നിന്നും ജനിക്കത്തില്ല, ആ ആരോഗ്യം എനിക്ക് നഷ്ടമായി, എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന് നടുവിൽ ദൈവം വന്നിട്ട് പറയുക, ഞാൻ സർവശക്തനാണ്. നിന്റെ ശരീരത്തിലെ നിർജീവത്വം അല്ല നീ നോക്കേണ്ടത്, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. നിന്റെ സാഹചര്യമല്ല നീ നോക്കേണ്ടത്, ദൈവം നിനക്ക് തന്ന ഉറപ്പാണ്. നിന്റെ സാഹചര്യങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ ഉറപ്പ്. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഞാന് പാസ്റ്റർ ക്രിസ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം കടമെടുത്തോട്ടെ. അദ്ദേഹം പറയുക, man's need always bring to him a new revelation of God. മനുഷ്യന്റെ ആവശ്യം അവന്റെ അടുക്കലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പാടുകളെ കൊണ്ടുവരും. നീ ആവശ്യത്തിലായിരിക്കുമ്പോ പാസ്റ്ററിന്റെ പുറകെ പോകരുത്. കോൾ സെന്ററിൽ വിളിച്ചിട്ട് ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയരുത്. അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ നീ ആവശ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം നോക്കണം. അവൻ അതുവരെ വെളിപ്പെടാത്തതിന് വ്യത്യസ്തമായി നിന്നോട് വെളിപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല? ഇത് മാറ എന്ന് പറയുന്ന ഒരു നദിയുടെ മുമ്പിൽ മോശ നിൽക്കുകയാണ്. ധാരാളം വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളത്തിനകത്ത് കുടിക്കാൻ കഴിയത്തില്ല, കയ്പാണ്. അവർ കുറച്ചു മുമ്പ് ഒരു അത്ഭുതം കണ്ടതാണ്. ചെങ്കടൽ രണ്ടായി പിളർന്നിട്ട് അവർ ഉണങ്ങിയ നിലത്തിലൂടെ വന്നതാണ്. അവർ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ പിറുപിറുക്കാനും നിലവിളിക്കാനും തുടങ്ങി. എന്നാൽ ഒരാൾ, അയാളുടെ പേര് മോശ എന്നാണ്, അവനൊരു കാര്യം അറിയാം, ഇതുവരെ ചെയ്യാത്തത് ഇപ്പോൾ ചെയ്യുവാൻ
എന്റെ ദൈവത്തിന് കഴിയുമറിയാം. ഈ പുസ്തകത്തിൽ ഒരേ അത്ഭുതം ആവർത്തിച്ച് കാണുകയില്ല. ഓരോ അധ്യായങ്ങളും പുതിയ അത്ഭുതങ്ങളെ വരച്ചു കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി മറ്റാർക്കും ചെയ്യാത്തത് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചെങ്കടൽ ദൈവം പിളർന്നു. നിങ്ങൾ ശ്രദ്ധിക്കാവോ? ചെങ്കടൽ പിളർന്നു, മാറയിൽ അവൻ കയ്പ് മധുരമാക്കി. പക്ഷെ അവർ ചോദിക്കുവോ, നിങ്ങൾക്ക് ഇനി എവിടുന്ന് ഭക്ഷണം കിട്ടും? കാരണം മരുഭൂമിയാണ് അവരുടെ മുമ്പിൽ. പക്ഷേ ഒരുവൻ ദൈവത്തിലേക്ക് നോക്കിയപ്പോ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം ദൈവം ചെയ്യുകയാണ്. നിന്റെ പ്രശ്നത്തിന് നടുവിൽ നീ ദൈവവാക്യങ്ങളിലേക്ക് നോക്കിയാൽ ഇതുവരെ ഇല്ലാത്തതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം തയ്യാറാണ്. മറ്റാർക്കും ചെയ്തിട്ടില്ലാത്തത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തത് എഴുതിയിരിക്കുന്ന സ്ഥലമാണ് ബൈബിൾ. നിനക്ക് വേണ്ടി അവൻ പുതിയത് ചെയ്യും. നിനക്ക് വേണ്ടി അത് പുതിയത് ചെയ്യും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതുവരെ ആർക്കും ചെയ്യാത്തത് നിനക്ക് വേണ്ടി അവൻ ചെയ്യും. നിനക്ക് വേണ്ടി അവന് ചെയ്യാൻ കഴിയും. Come on. ഒന്ന് പറഞ്ഞാൽ ഇതുവരെ മറ്റാർക്കും ചെയ്യാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാ. ദൈവം എന്നും പഴയതിനെ ആവർത്തിക്കുന്നവനല്ല, പകരം പുതിയത് ചെയ്യുന്നവനാണ്. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തത് എനിക്കും തരണേ എന്ന് ചോദിച്ചോ, വിരോധമില്ല. പക്ഷെ മറ്റാർക്കും ചെയ്യാത്തത് എനിക്ക് ചെയ്യണേ എന്ന് ചിന്തിക്കുന്നത് ദൈവത്തിന് ഏറെ ഇഷ്ടമാണ്. മറ്റാർക്കും ഇല്ലാത്തത് ഓ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. മറ്റാർക്കും ഇല്ലാത്തതാ എനിക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നു സൊല്യൂഷനുകളുണ്ട്. ആരെങ്കിലും ഈ പകൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ തയ്യാറാണോ? മറ്റാർക്കും ഇല്ലാത്ത സൊല്യൂഷനുകൾ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഇത് സൊല്യൂഷന്റെ പകലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ആവശ്യത്തോടെ അന്വേഷിക്കുന്ന വിധത്തിൽ ആരെങ്കിലും ദൈവസന്നിധിയിലേക്ക് വന്നാൽ അവനെ മറ്റാർക്കും വെളിപ്പെടാത്തതുപോലെ ദൈവം വെളിപ്പെട്ടു വരും. I believe in miracles. I believe in miracles. I believe in miracles. ഈ പുസ്തകത്തിൽ ദൈവം ഉണ്ടാക്കിയ സൊല്യൂഷനുകൾ മാത്രമാണ്, പരിഹാരങ്ങൾ. അടുത്തിരിക്കുന്നവരോട് പറ, പരിഹാരങ്ങൾ. നീ ഒരു മനുഷ്യന്റെയും പുറകെ പോകരുത്, ഒരു പാസ്റ്ററിന്റെയും പുറകെ പോകരുത്, ഒരു പ്രവാചകന്റെയും പുറകെ പോകരുത്. പുസ്തകത്തിലേക്ക് വന്നാൽ പരിഹാരം ഉണ്ടാകും. ബൈബിൾ പരിഹാരത്തിന്റെ പുസ്തകമാണ്. നിന്റെ പരിഹാരമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിനക്ക് പരിഹാരം ഉണ്ടെന്ന് പറയുവാണിത്. രണ്ട് പ്രധാന കാര്യങ്ങൾ. ദൈവ സാന്നിധ്യം ആരെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അയാൾക്ക് പരിഹാരം ഉണ്ടാകുകയാണ്, സൊല്യൂഷൻ ഉണ്ടാകുക. ഇങ്ങനെ പറയാം, where there is presence there is solutions also. അടുത്തത്, where there is the word of God there is solution. വചനവും സാന്നിധ്യവും പരിഹാരത്തിന് വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ്. ഒന്ന് കൈയടിക്കാവോ? രാമീൻ പറയാവോ? ദൈവ സാന്നിധ്യം അബ്രഹാമിന് പ്രത്യക്ഷനായി.
ദൈവ സാന്നിധ്യത്തിനകത്ത് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത പറയട്ടെ. ഹല്ലേലൂയ. ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് സർവശക്തനായി വെളിപ്പെടാത്തത്? എവിടെയാണോ സാന്നിധ്യം വ്യാപരിക്കുന്നത് അവിടെ മാത്രമേ ദൈവം സർവശക്തനായി വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ സർവശക്തി നിന്നിൽ വെളിപ്പെടേണ്ടതിന് നീ അനുഭവിക്കുന്നതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നോ? നീ ഇനി കാണാൻ പോകുന്നത് ദൈവത്തിന്റെ സർവശക്തിയാ. ആർക്കെങ്കിലും വചനം വെളിപ്പെട്ടാൽ, ആർക്കെങ്കിലും സാന്നിധ്യം വെളിപ്പെട്ടാൽ, അടുത്തത് നീ കാണാൻ പോകുന്നത് എൽ ശദായ് സർവശക്തനെയാണ്. മഴയുടെ കാറ് കാണുമ്പോൾ നിങ്ങൾ പറയും മഴ പെയ്യാൻ വഴിയുണ്ട് എന്നതുപോലെയാണ് ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ അറിഞ്ഞോണം സർവശക്തനായ അവൻ വെളിപ്പെടാൻ പോകുകയാണ്. ഈ പകൽ ഇവിടെ ഇരിക്കുന്ന പലരും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. നിന്റെ ബിസിനസ്സിൽ ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. നിന്റെ ഉദരത്തിൽ ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. നിന്റെ പ്രശ്നത്തിൽ ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുകയാണ്. Hallelujah. He is almighty. അവൻ സർവശക്തനായി. പലരും പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമേ നിന്റെ സർവശക്തി, അല്ലെങ്കിൽ നിന്റെ സർവശക്തനായി എന്റെ ലൈഫിൽ വെളിപ്പെടും. ബ്രദർ, ആദ്യം നീ അനുഭവിക്കേണ്ടത് അവന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിനകത്ത് അവൻ സർവശക്തനായി വെളിപ്പെട്ട് വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സർവശക്തനായി ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ വളരെ ചിന്തിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, അതിൽ ഒറ്റൊരെണ്ണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഞാൻ. നിങ്ങൾ നിന്നാലും മതി. ദൈവം അവന്റെ മേൽ വെളിപ്പെട്ടതിന്റെ പ്രധാന കാര്യം അവനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം നിവർത്തീകരിക്കാനാണ്. അവന് തലമുറയില്ല, തലമുറ ഉണ്ടാകാനാണ് ദൈവം അവന് വെളിപ്പെട്ടത്. പക്ഷേ ദൈവം അവനോട് നാളെ, ഇന്ന് രാത്രി, ഇപ്പോ പരിശുദ്ധാത്മാവ് നിന്റെ നിഴലിടും, മറിയിക്കൊണ്ടായതുപോലെ നിനക്കും ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞില്ല. ഞാൻ ചിന്തിച്ചു, വായി അതെന്താ ദൈവമേ നീ അങ്ങനെ പറയാത്തത്? അതിന് പകരം ദൈവം പറയുകയാണ്, ഇനി മുതൽ നിന്റെ പേര് അബ്രഹാം എന്ന് വിളിക്കരുത്, അബ്രഹാം എന്ന് വിളിക്കണം. ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ദൈവം സർവശക്തനാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരാം. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. കർത്താവ് നീ എന്താ അങ്ങനെ ചെയ്യാത്തത്? അതിനു പകരം അബ്രഹാം ചെയ്യേണ്ട ഒരു കാര്യം പറയുകയാണ്. അബ്രഹാമിന് 99 വയസ്സായി. അബ്രഹാമിനോട് പറയുക, നീ നിന്നെ തന്നെ എന്ത് വിളിക്കണം? നീ നിന്നെ നോക്കിയിട്ട് എന്ത് പറയണം? പറ. അബ്രഹാമിനെ നോക്കിയിട്ട് അബ്രഹാം എന്ത് പറയണം? ഞാൻ ബഹുജാതികളുടെ പിതാവാണ്. അതിന്റെ ഇടയിൽ ഒരു ദൂത് പറയട്ടെ. നിന്നെ നോക്കി നീ എന്ത് പറയുന്നു അതാ നീ ആകാൻ പോകുന്നത്. ഞാൻ തകർന്നു പോകത്തേ ഉള്ളൂ, ഞാൻ നശിച്ചു പോകത്തേ ഉള്ളൂ. നീ അങ്ങനെയായി പോകും. നിന്നെ നോക്കി നീ എന്ത് പറയുന്നുവോ അതാ നീ ആകാൻ പോകുന്നത്. പാറശാലയെ, ഈ ഹോളിലെ, അടുത്ത ഹോളിലെ കഴിയാത്ത വിധത്തിൽ ഇതിന് കൂട്ടം കൂടി വരും. നിന്നെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എന്താണോ അതാണ് നീ. നിന്നെക്കുറിച്ച് ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നീ. നിന്റെ അമ്മ പറഞ്ഞതല്ല, നിന്റെ അപ്പൻ പറഞ്ഞതല്ല, നിന്റെ കൂട്ടുകാർ പറഞ്ഞതല്ല. ദൈവവചനം നിന്നെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് നീ. വചനം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് നീ. ദൈവവചനം എന്ത് പറയുന്നു നിന്നെക്കുറിച്ച് അതാണ് നീ. നിന്റെ അപ്പൻ എന്ന് പറയുന്നതല്ല. അബ്രഹാം തന്നെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി, ഞാൻ അബ്രഹാം അല്ല, അബ്രഹാമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ,
ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ആ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ ഫിറ്റാക്കും. Before God blesses you, yes, He makes sure, yes, you will fit. You must fit for it. ദൈവം നിനക്ക് എന്തെങ്കിലും ഏൽപ്പിക്കുന്നേക്കാൾ മുമ്പ് നിന്നെ അതിനു വേണ്ടി ഒരുക്കും ദൈവം. പാറശാലയെ ഒരുങ്ങുക, ഒരു ഉണർവ് വരുന്നു. ഓ ദൈവം നിന്നെ എന്നെ ഏൽപ്പിക്കുന്നേക്കാൾ മുമ്പ് ദൈവം അതിനു മുമ്പ് നിന്നെ ഒരുക്കി കളയും. ദൈവം നിന്നെ ഉണർവിനായി ഉപയോഗിക്കും. ഒരുങ്ങ. ദൈവം നിന്നെ ശക്തിയോടെ പ്രയോജനപ്പെടുത്തും. ഒരുങ്ങ. നിന്റെ മനസ്സിൽ, നിന്റെ വികാരങ്ങളിൽ, നിന്റെ വിചാരങ്ങളിൽ ദൈവിക സ്വപ്നം നിറയുന്നത് വരെ ദൈവം ചിലത് ചെയ്തില്ല എന്ന് വരാം. പക്ഷെ ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം നിന്നിൽ ഒന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നിൽ അത് വ്യാപരിക്കണം, നിന്നിൽ അത് ചലിക്കണം, നിന്റെ ചിന്തയിൽ അത് നിറയണം, നിന്റെ വിചാരങ്ങളിൽ നിറയണം. പ്രാർത്ഥിക്കാൻ വരുമ്പോ ലഭിക്കുന്ന 5 മിനിറ്റിൽ പ്രാർത്ഥിക്കുന്ന ചിന്തയല്ല, പകരം നിന്നെ അത് ഭരിക്കണം. എനിക്കങ്ങനെ വേണം. ഞാൻ കൊല്ലത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന ഒരു കീബോർഡിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, താങ്കൾ എങ്ങനെയാ ഇത്രത്തോളം വലിയൊരു കീബോർഡിസ്റ്റ് ആയത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കീബോർഡിന് മേളിലാണ് ഉറങ്ങിയത്. എന്റെ സമയം മുഴുവൻ ഞാൻ ചെലവഴിച്ചത് കീബോർഡിലാണ്. ഇപ്പോൾ അദ്ദേഹം പ്രശസ്തനാണ്. പ്രശസ്തി നമുക്ക് വേണം. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാണണമെന്ന് ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സ്വപ്നത്തോടൊപ്പം ഉറങ്ങണം, സ്വപ്നത്തോടൊപ്പം നടക്കണം, സ്വപ്നത്തോടൊപ്പം ഇരിക്കണം. സ്വപ്നം സ്ഥിരകളിൽ ഓടണം, സ്വപ്നം സ്ഥിരകളിൽ ചലിക്കണം. എന്റെ കൂടെ പറ, സ്വപ്നത്തോടൊപ്പം നടക്കണം, സ്വപ്നത്തോടൊപ്പം ഉറങ്ങണം, സ്വപ്നം തലയിൽ ഭരിക്കണം, രക്തത്തിൽ സ്വപ്നം ഓടാൻ തുടങ്ങണം. എന്ത് പറഞ്ഞാലും സ്വപ്നം പറയണം, എന്ത് പറഞ്ഞാലും അവസാനിക്കുന്നത് അതിലാകണം. ആ ദിവസങ്ങൾ അത്ഭുതത്തിന്റെ ദിവസങ്ങളാകും. ചിലരുടെ സ്വപ്നങ്ങൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറുന്നതാണ്. ഇത് സാഹചര്യങ്ങൾ മാറിയപ്പോൾ അബ്രഹാമിന്റെ സ്വപ്നത്തിന് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അബ്രഹാം ദൈവത്തോട് പറയുക, ഇസ്മായിൽ ജീവിച്ചിരുന്നാ മതി. അവൻ ഉറക്കച്ചിരിക്കുകയാണ് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ. ദൈവത്തിനൊരു കാര്യം അറിയാം, അവന്റെ സ്വപ്നങ്ങൾ മരിച്ചു. അവനെ എനിക്ക് ബഹുജാതികളുടെ പിതാവാക്കണമെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ ജീവിക്കണം. അവന്റെ അകത്ത് അത് കത്തണം, അവന്റെ രക്തത്തിൽ അത് ചലിക്കണം, അവന്റെ വിചാരങ്ങളിൽ ചലിക്കണം, അവന്റെ വികാരങ്ങളിൽ ചലിക്കണം. നിന്റെ സ്വപ്നം നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങട്ടെ. ഓ, കൈകളടിച്ചൊരു ആമീൻ പറ. നിന്റെ സ്വപ്നങ്ങൾ നിന്നെ ഭരിക്കാൻ തുടങ്ങട്ടെ, നിന്റെ സ്വപ്നം നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങട്ടെ. ഞാൻ ചർച്ച പറഞ്ഞത് എനിക്ക് 5 പിള്ളേരായിരുന്നു ഇഷ്ടം. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉള്ളത്. ഇപ്പോഴും ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരെ കണ്ടാൽ ഞാൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാറ്റിനെയും എടുക്കും ഞാൻ പോയി. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് 5 പിള്ളേരെ വേണമെന്നാണ്. ഞാൻ 5 പിള്ളേർക്കും പേര് കണ്ടുവച്ചിരുന്നു. അത് 7 കണ്ടുവച്ചിരുന്നു. അതിന്റെ കാരണം ആദ്യം ഉണ്ടാകുന്ന ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല, രണ്ടാമത് ഉണ്ടാകുന്ന ആണാണോ പെണ്ണോ എന്ന് അറിയത്തില്ല. അതിനുവേണ്ടി ഓരോ സാധനങ്ങൾ കണ്ടുവച്ചിരുന്നു. ആദ്യത്തെ പേര് ജോഹ എന്ന് കണ്ടുവച്ചിരുന്നു, അല്ലെങ്കിൽ ജോയൻ. ആണാണെങ്കിൽ ജോഹ. വേറൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, സോളി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, ജമലേക്ക്. ഓക്കെ, ഞാൻ സോളിക്കും പേര് മറന്നില്ല, തെറ്റിപ്പോയ എനിക്ക്. റൈറ്റ്, ഒരു ഹലോ പറയാമോ? എന്തിനാണെന്നറിയോ? അതോ ബൈബിളിൽ നിന്ന് കപ്പിപ്പിടിച്ചതാണ്. എന്തിനു വേണ്ടിയാ? എന്റെ മോൻ ഇങ്ങനെയാകണമെന്നൊരു സ്വപ്നം അവൻ ജനിക്കണേക്കാൾ മുമ്പ് എന്റെ തലയിൽ ഭരിച്ചിരുന്നു.
എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞങ്ങൾ പ്രാർത്ഥനയോടെയാ ഓരോ കുഞ്ഞിനും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരാൾ ഉണ്ടാകുമ്പോ ആ ഉണ്ടാകുന്നയാൾ ഇങ്ങനെയാകണം. അത് തലയിൽ ഭരിക്കുമായിരുന്നു. പെൺകൊച്ചിനെ എന്തുകൊണ്ടാ ജോയിൻ എന്ന് പേരിട്ടെന്നറിയോ? നിങ്ങൾ ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം വായിക്കണം. എരിവുകാരിയായിരുന്നു ജോഹന്ന. ആമേൻ. എനിക്ക് ഒരു മോളുണ്ടാകുന്നെങ്കിൽ അവൾ ഒരു എരിവുകാരിയാണെന്ന് ആഗ്രഹം ഉണ്ടായി. ഹല്ലേലൂയ. എന്നെ ഭരിച്ചതാ എന്നിൽ പുറപ്പെട്ടു വരേണ്ടത്. ആമേൻ. നിങ്ങളുടെ കൊച്ച് നാളെ എന്താകുമെന്ന് നിങ്ങളിൽ നിന്ന് എനിക്കറിയാം. ആമേൻ. 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 സമയം താമസിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളായവർക്കും ആ കുഞ്ഞുങ്ങളെ ആ സ്വപ്നത്തിൽ വളർത്തിയെടുക്കാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളായിട്ടില്ലാത്തവർക്ക് ഉദരത്തിൽ ചിലതിനെ കാണാം, അതിന് ജന്മം കൊടുക്കാം. ദൈവം അബ്രഹാമിനെ ഫിറ്റാക്കുകയായിരുന്നു എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ച ഒരു പൊസിഷൻ ഉണ്ട്, ബഹുജാതികളുടെ പിതാവ്. അതിലേക്ക് അവനെ ഒരുക്കുകയാണ്. നിന്നെ ചിലതിനു വേണ്ടി ദൈവം ഒരുക്കുകയാണ്. പാറശാലയെ ദൈവം ചിലതിനു വേണ്ടി ഒരുക്കുകയാണ്. നിങ്ങൾക്കറിയോ, ബൈബിൾ പറയുന്നത് ഭൂമിയിൽ മഴയില്ലായിരുന്നു. ഏതുവരെ? മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് വരെ. അവിടെ എഴുതിയിരിക്കുകയാണ്, മഞ്ഞ് പൊങ്ങി വന്ന് ചെടികളെ നനച്ചിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം മഴ പെയ്യിക്കാഞ്ഞത്? അവിടെ വേല ചെയ്യാൻ മനുഷ്യനില്ലായിരുന്നു. എഴുതിയിരിക്കുക 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ മഴ വരണമെങ്കിൽ ജോലി ചെയ്യാൻ ആള് വേണം. മഴ വരണമെങ്കിൽ അത് ആ മഴയെ ഉപയോഗിക്കുന്ന ആളുകൾ വേണം. മഴ പെയ്യണമെങ്കിൽ ആ മഴയിലൂടെ ഉപയോഗിക്കപ്പെടാൻ ആളുകൾ വേണം. മഴയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ കൊള്ളാം. മഴ വരുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇനി മഴ പെയ്യിക്കാം, കാരണം ഇവനെ കൊണ്ട് കൃഷി ചെയ്യിക്കാം. നിങ്ങളുടെ പലരുടെയും ലൈഫിലേക്ക് മഴ വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു. ആ മഴയുടെ രഹസ്യം നിങ്ങൾ ഒരുങ്ങുന്നതാണ്. എവിടെയാണ് ഒരുങ്ങുന്നത് അവിടെ മഴയുണ്ടാകും. എവിടെയാണ് ഒരുങ്ങുന്നത് അവിടെ മഴ പെയ്യും. അഭിഷേകത്തിനൊരു തീ കത്തുന്നു, അഭിഷേകത്തിനൊരു തീ കത്തുന്നു, ആത്മപകർച്ചയുടെ ഒരു തീ കത്തുന്നു. കുഞ്ഞുങ്ങൾ കേൾക്കുന്നു? നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രിപ്പയർ ആകുന്നത്, ആ പ്രിപ്പയർ ആയതിന്റെ മുകളിൽ ദൈവം മഴ അയക്കും. ഒരുങ്ങുന്നിടത്ത് മഴ വെളിപ്പെടും. ഒരുങ്ങുന്നിടത്ത് മഴ വെളിപ്പെടും. ഒരുങ്ങുന്നിടത്ത് മഴ വെളിപ്പെടും. എവിടെയാണോ നീ പ്രിപ്പയർഡ് ആകുന്നത് അവിടെ മഴ വെളിപ്പെടും. മനസ്സുകൊണ്ട് ആരാ ഇത് കേൾക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? കൊയ്ത്ത് കാലത്ത് നിങ്ങൾ മഴ പെയ്താ പറയും, ഓഹ് നെല്ലെല്ലാം പോയത് തന്നെ. നമ്മൾ പറയും കൊയ്ത്തിന്റെ സമയത്ത് ദൈവം കാലാവസ്ഥ ആ വിധത്തിൽ ഒരുക്കും. എന്നാ വിതയ്ക്കുന്ന സമയം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ സമയത്ത് വേറൊരു കാലാവസ്ഥയാണ്. ദൈവം ഏത് കാലാവസ്ഥയും അതായത് സമയത്തിന് വേണ്ടിയാ ഒരുക്കുന്നത്. ആ സമയത്ത് ഒരുങ്ങാത്തവരാണ് മണ്ടന്മാർ. കർത്താവ് വീണ്ടും വേഗത്തിൽ വരാൻ പോകുന്നു. അതിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ ഒരുങ്ങുകയാ. സ്വയം സമ്പാദിച്ചും സ്വയം ജീവിച്ചും അല്ല, ഇനി കർത്താവിന്റെ വരവിന് വേണ്ടി ചിലത് ചെയ്യേണ്ടതുണ്ട്. വേഗത്തിൽ കർത്താവ് വരുന്നു, വേഗത്തിൽ കർത്താവ് വരുന്നു. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. വേഗത്തിൽ കർത്താവ് വരുന്നു. സുവിശേഷം ഇതുവരെ ചെന്നിട്ടില്ലാത്തടത്ത് ചെല്ലണം. ദൈവം അതിനായി അതിശക്തിയോടെ ചിലരെ എഴുന്നേൽപ്പിക്കുന്നു. ഒരുങ്ങുന്നവരോട് പറയാനുള്ളതാ,
അസാധാരണമായതെന്തോ സംഭവിക്കുന്നു. അസാധാരണമായതെന്തോ സംഭവിക്കുന്നു. അസാധാരണമായതെന്തോ സംഭവിക്കുന്നു. നിങ്ങളിൽ അത് ഇപ്പോൾ കടരട്ടെ. ഇപ്പോൾ മുതൽ കത്തട്ടെ. ഇപ്പോൾ മുതൽ തീ പോലെ പടരട്ടെ. തീ 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 തീ. മേനനോ ശരരനോ രാധനനോ ലഖദനനോ. തീ 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 തീ. The fire, the fire, the fire, the fire, the fire. അസാധാരണമായത് ചിലത്, അസാധാരണമായ ചിലത്, അസാധാരണമായ ചിലത് ഒരുങ്ങിയവരുടെ മേൽ വെളിപ്പെടട്ടെ. ഒരുങ്ങിയവരുടെ മേൽ വെളിപ്പെടട്ടെ. അസാധാരണമായ ചിലത് ഒരുങ്ങിയവരുടെ മേൽ വെളിപ്പെടട്ടെ. Now, 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 now. ഒരു തീ കത്തുന്നു ഇവിടെ. ഈ ഒരു തീ കത്തുന്നു ഇവിടെ. ഒരു ഫയർ. ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ മേൽ ഒരു പുതിയ പകർച്ച ഉണ്ടാകുന്നു. ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ മേൽ ഒരു പുതിയത് സംഭവിക്കുന്നു. ഒരുങ്ങുള്ള ആളുകളുടെ മേൽ ചിലത് സംഭവിക്കുന്നു. ഇത് അതിന്റെ ഞായറാഴ്ചയാണ്. ഇത് അതിന്റെ ഞായറാഴ്ചയാണ്. ഇത് അതിന്റെ ദിവസമാണ്. Lene toko ritanoko, lene toko rikanato, rasinoko diganato, lamtineto lidanato, risanato lidanato, ratalako. ചിലരുടെ മേൽ തീ കത്തട്ടെ. ചിലരുടെ മേൽ തീ കത്തട്ടെ. ചിലരുടെ മേൽ തീ കത്തട്ടെ. രത്നതോ റിധനതോ 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 ശിധനതോ രത്നതോ റിധനതോ. അബ്രഹാമിനെ ഒരു ജനറേഷന്റെ പിതാവാകേണ്ടതിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോ ഇതാ പരിശുദ്ധാത്മാവിന്റെ മേൽ വരുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് കർത്താവ് ചെയ്തില്ല. അവനോട് പറഞ്ഞു, ഗെറ്റ് റെഡി. You are going to be a father for nations. Prepare your life. Prepare your mind. Prepare your life. നിന്റെ മനസ്സ്, നിന്റെ ശരീരം അതിനായി ഒരുക്കോ. നേതാവാകാൻ വിളിക്കപ്പെട്ടവരോടുള്ള ദൂത് എങ്ങനെയെങ്കിലും ആകണ്ട. രാജ്യങ്ങളെ പിടിക്കുന്ന നേതാക്കന്മാരാകാം. എന്തെങ്കിലും ആകണ്ട. പട്ടണങ്ങളെ പിടിക്കുന്നവരാകാം. ദേശങ്ങളെ പിടിക്കുന്നവരാകാം. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകാം. ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ആളുകൾ എന്താ വീഴുന്നേ, ഉരുളുന്നേ, ഓടുന്നേ? നിങ്ങൾ അറിയണേ, ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഈ ഓടിയോരും ഉരുണ്ടവരൊക്കെ ഇവിടെ കാണത്തില്ല. അവരൊക്കെ വേറൊരു സ്ഥലത്തേക്ക് ഓടുന്നവരാകും. രാജ്യങ്ങളെ പിടിക്കുന്നവരാകും. ദേശങ്ങളെ പിടിക്കുന്നവരാകും. അഞ്ചലിൽ നടക്കുന്ന ഒരു ക്യാമ്പിനകത്ത് അന്നമോൾ ഒരിക്കലും ആത്മാനുഭവം പ്രാപിച്ചു. ഇന്ന് നിങ്ങൾ അന്നമോള് ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, അന്നമോളെ പോലെ ആകണമെന്ന്. ആ അനുഭവം ഇവര് കിടന്ന് ഉരുളുകയും മാടുകയും, കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇവർ ഉരുളുന്ന കുഞ്ഞുങ്ങളായിരുന്നു അവരെല്ലാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വരാൻ തുടങ്ങി. അവരുടെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവ് അവരെ ശുശ്രൂഷ വേദിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ആദിശക്തന്മാർ എഴുന്നേൽക്കട്ടെ. ആദിശക്തന്മാർ എഴുന്നേൽക്കട്ടെ. രാജ്യം കണ്ടിട്ടുള്ള ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. ആദിശക്തന്മാർ എഴുന്നേൽക്കട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ.